സ്റ്റാൻഡേർഡ് 6 സോഷ്യൽ സയൻസ് യൂണിറ്റ് 2 മിഡീവിയൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സ് ആൻഡ് ട്രേഡ് സമ്മറി. ചരിത്രത്തെ പ്രധാനമായിട്ടും മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. ഏൻഷ്യൻ പീരീഡ്, AD 8-ാം നൂറ്റാണ്ട് മുൻപുള്ള കാലഘട്ടം. മിഡീവിയൽ പീരീഡ്, AD 8-ാം നൂറ്റാണ്ട് തൊട്ട് 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. മോഡേൺ പീരീഡ്, ആഫ്റ്റർ 18th സെഞ്ച്വറി, AD 18-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടം. ഇതിൽ 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള മിഡീവിയൽ പീരീഡ് എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ സൊസൈറ്റി, റിസോഴ്സ്, ട്രേഡ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും 7 ആശയങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒന്ന് അഗ്രികൾച്ചർ, ആർട്ടിസൻഷിപ്പ്, ട്രേഡ്, ടൗൺസ്, വർക്ക്ഷോപ്സ്, സോഷ്യൽ ലൈഫ്, ലാസ്റ്റ് വൺ എബോർഡ് ഓഫ് നോളേജ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന ആൽബിറൂണി എന്ന് പറയുന്ന സഞ്ചാരിയുടെ സഞ്ചാരക്കുറിപ്പിൽ നിന്നാണ്. പ്രധാനമായിട്ട് നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം ആ കാലഘട്ടത്തിലെ അഗ്രികൾച്ചർ ആയിരുന്നു പ്രധാന ഒക്യുപ്പേഷൻ. കോട്ടൺ, സിറിൽസ്, പൾസസ്, ഇൻഡിഗോ, ഷുഗർ കെയിൻ ഇതായിരുന്നു പ്രധാനപ്പെട്ട ക്രോപ്സ്. അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ, ഭൂനികുതി കൊടുക്കുന്ന, അതുപോലെ തന്നെ മേയ്ച്ചിൽക്കരം, മേയ്ക്കുന്നതിന്, കന്നുകാലികളെ മേയ്ക്കുന്നതിന് ടാക്സ് കൊടുക്കുന്ന സിസ്റ്റം നിലവിലിരുന്നു. അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങളുണ്ടായിരുന്നു. വിത്തുകൾ വിതരണം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇക്ത ആൻഡ് ജഗീർദാരി സിസ്റ്റം, അതായത് ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട്, ശമ്പളമായിട്ട് ഭൂമി പതിച്ചു കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് അഗ്രികൾച്ചറിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ആശയം ആർട്ടിസൻഷിപ്പാണ്. ആർട്ടിസൻഷിപ്പ് എന്ന് വെച്ചാൽ കൈത്തൊഴിലുകളാണ്. അതും സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന അൽബിറൂണിയുടെ സഞ്ചാരക്കുറിപ്പിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെറ്റൽ വർക്കും, വെപ്പൺ മേക്കിങ്ങും, ടൂൾ മേക്കിംഗ്, ടെക്സ്റ്റൈൽ മേക്കിംഗ് തുടങ്ങിയുള്ള ആർട്ടിസൻഷിപ്പ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമുക്കിതിൽ പഠിക്കാനുള്ളത് കച്ചവടമാണ്. മിഡീവിയൽ ഇന്ത്യയിലെ ട്രേഡ് എങ്ങനെയായിരുന്നു. ഇറ്റാലിയൻ ട്രാവലറായിരുന്ന നിക്കോളോ കോണ്ടിയുടെ ട്രാവലോഗിൽ നിന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ലെതർ, ജെംസ്, സാൻഡൽ, മെറ്റൽസ്, പേൾ, ഐവറി ഇതൊക്കെയായിരുന്നു ഫോറിനേഴ്സിന് ഇന്ത്യയിലേക്ക് ആകർഷിച്ച കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇന്ത്യക്കാരുമായിട്ട് വ്യാപാരം നടത്തിയ ഫോറിനേഴ്സ് എന്ന് പറയുന്നത് ചൈനീസ്, അറബ്സ്, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഇവരൊക്കെ ആയിരുന്നു. നാലാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ടൗൺസുകളെ കുറിച്ചാണ്. മിഡീവിയൽ ഇന്ത്യയിലെ ടൗൺസ്, ഇറ്റാലിയൻ ട്രാവലറായിരുന്ന നിക്കോളോ കോണ്ടിയിൽ നിന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ടൗൺസൊക്കെ ഡെവലപ്പ് ചെയ്തത് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിൻ്റെയും മാർക്കറ്റിൻ്റെയും പരിസരങ്ങളിലായിരുന്നു. ടൗണുകളുടെ പേര് ധാക്ക, പൈത്താൻ, കാഞ്ചിപുരം, ഉറയൂർ, മധുരയാണ്. ടൗണിൽ താമസിച്ചിരുന്നവർ ആർട്ടിസൻസ്, ട്രേഡേഴ്സ്, ഓഫീസേഴ്സ്, സെർവൻസ് ആൻഡ് സ്ലേവ്സ് ആയിരുന്നു. അതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ട്രേഡ് സെൻറ്റേഴ്സും സ്ഥിതി ചെയ്തിരുന്നത് സീഷോറിലായിരുന്നു, അല്ലെങ്കിൽ റിവർ ബാങ്ക്സിൻ്റെ അടുത്തായിരുന്നു. അതവർക്ക് യാത്ര ചെയ്യാനും അതുപോലെ ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ ചിലവ് കുറവും എളുപ്പവുമായിരുന്നു. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അടുത്തതായിട്ട് വർക്ക്ഷോപ്പാണ്. അഞ്ചാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വർക്ക്ഷോപ്പ്, തൊഴിൽ കേന്ദ്രങ്ങളെക്കുറിച്ചാണ്. ഫ്രഞ്ച് ട്രാവലറായിരുന്ന ബെർണിയറുടെ യാത്രാക്കുറിപ്പുകളിൽ നിന്നാണ് നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കുന്നത്, മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും കർഖാനാസുകളെ കുറിച്ചാണ്. കർഖാനാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്ക് വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളായിരുന്നു. അവിടെ ഒരു വലിയ തൊഴിൽശാലകളിൽ അനേകം റൂമുകൾ ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള തൊഴിലുകൾ ഓരോ മുറികളിലും ചെയ്യുമായിരുന്നു. എംബ്രോയിഡറേഴ്സിൻ്റെ, ഗോൾഡ് സ്മിത്സ്, ഡയേഴ്സ് ആൻഡ് കോബ്ലേഴ്സൊക്കെ അവിടെ പ്രധാനമായിട്ടും ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അടുത്ത് അവരുടെ സോഷ്യൽ ലൈഫ്, മിഡീവിയൽ ഇന്ത്യയിലെ സോഷ്യൽ ലൈഫിനെ കുറിച്ചാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്രഞ്ച് ട്രാവലറായിരുന്ന ടവർണിയറുടെ ട്രാവലോഗിൽ നിന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോഷ്യൽ
സ്റ്റാറ്റസ് വാസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കേസ്റ്റ്, ഒക്യുപ്പേഷൻ ആൻഡ് വെൽത്ത്. ജാതി, ഉദ്യോഗ, സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹിക പദവികൾ നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. കിങ്സ്, ലോർഡ്സ്, പ്രീസ്റ്റ്, ഓഫീസേഴ്സ് എക്സെട്ര എൻജോയ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചവരായിരുന്നു. ദോസ് ഹു എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ബിലോങ് ടു ലോവർ സോഷ്യൽ സ്ട്രാറ്റ. കൈത്തൊഴിലുകളും കൃഷിയിൽ ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവരായിട്ട് കണക്കാക്കിയിരുന്നു. ഈച്ച് കേസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. ഓരോ ജാതിയിൽപ്പെട്ടവർക്ക് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. ഈവിൽ കസ്റ്റംസ് ലൈക്ക് ദ സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവെയിൽഡ്. സതി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിലനിന്നിരുന്നു. ഒടുവിലായിട്ട് ഏഴാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എബോർഡ് ഓഫ് നോളേജ്, വിജ്ഞാനത്തിൻ്റെ കേന്ദ്രം. മിഡീവിയൽ ഇന്ത്യയിലെ വിജ്ഞാന മേഖലയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അമീർ ഖുസ്രു എന്ന് പറയുന്ന ഒരു പോയറ്റിൻ്റെ എഴുത്തുകളിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഫ്ലോക്ക് ടു ദീസ് സെൻറ്റേഴ്സ് ഇൻ സെർച്ച് ഓഫ് നോളജ്. വിജ്ഞാന സമ്പാദനത്തിനായിട്ട് വിദേശത്ത് നിന്ന് പോലും ആളുകൾ ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ദ എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ് ഇൻ ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര ആൻഡ് ഡൽഹി വേർ റിമാർക്കബിൾ അമംഗ് ദം. ഈ പറയുന്ന സ്ഥലങ്ങളിലായിരുന്നു പ്രധാനപ്പെട്ട വിജ്ഞാന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്. ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് അഡ്വാൻസ് ഡ്യൂറിങ് ദ പീരീഡ്. ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും എന്നീ വിജ്ഞാന ശാഖകൾ അക്കാലത്ത് വളരെ പുരോഗതി നേടിയിരുന്നു. ലീലാവതി ബൈ ഭാസ്കരാചാര്യ വാസ് എ ഫേമസ് വർക്ക് ഇൻ മാത്തമാറ്റിക്സ്. ഭാസ്കരാചാര്യ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. ഒബ്സർവേറ്ററീസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജയ്പൂർ, ഡൽഹി, ഉജ്ജയിൻ ആൻഡ് ബനാറസ്. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസിലൊക്കെ വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഒന്ന്, മിഡീവിയൽ ഇന്ത്യയിലെ അഗ്രികൾച്ചർ എങ്ങനെയായിരുന്നു, ആർട്ടിസൻഷിപ്പ്, ട്രേഡ്, ടൗൺസ്, വർക്ക്ഷോപ്പ്, സോഷ്യൽ ലൈഫ്, എബോർഡ് ഓഫ് നോളജ് എങ്ങനെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ചില സഞ്ചാരികളുടെ സഞ്ചാരക്കുറിപ്പിൽ നിന്നാണ്, ചില ട്രാവലറുടെ ട്രാവലോഗിൽ നിന്നാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 7 ആശയങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ.